എല്ലാവർക്കും നമസ്കാരം. അഗ്രി ഗൈഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. റൈസ് നമ്മുടെ POPയിലെ ഫസ്റ്റ് ക്രോപ്പാണ്. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രോപ്പാണ്. കേരള PSC എക്സാമുകളിൽ വളരെയധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ക്രോപ്പുകളിൽ ഒന്നാണ് റൈസ് എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രോപ്പ് തന്നെയാണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. First question, the critical mean temperature for flowering and fertilization in rice is dash degrees Celsius. Options 16 to 20 degrees Celsius. Option B 18 to 32 degrees Celsius. Above 35 degrees Celsius. 28 to 32 degrees Celsius. ഏതാണ് ആൻസർ? ഇത് ഫസ്റ്റ് റൈസിന്റെ POPയിലെ ഫസ്റ്റ് പേജിൽ കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്രിട്ടിക്കൽ mean temperature for flowering and fertilization is 16 to 20 degrees Celsius. For ripening, it is 18 to 32 degrees Celsius. Above 35 degrees Celsius will affect the grain filling. ഇത് സെയിം സെന്റൻസ് POPയിലുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. What should be the minimum isolation distance from other variety to ensure genetic purity of rice seed? എന്താണ് മിനിമം ഐസൊലേഷൻ ഡിസ്റ്റൻസ്? എത്രയാണ് റൈസിന്റെ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ ക്രോപ്പിനും ജനറ്റിക് പ്യൂരിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഐസൊലേഷൻ ഡിസ്റ്റൻസുകൾ ഉണ്ട്. അപ്പോൾ റൈസിന്റെ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 10 മീറ്റർ, ഓപ്ഷൻ ബി 3 മീറ്റർ, ഓപ്ഷൻ സി 2.5 മീറ്റർ, ഓപ്ഷൻ ഡി 5 മീറ്റർ. എത്രയാണ്? ഇറ്റ് ഇസ് 3 മീറ്റർ ആണ്. 3 മീറ്റർ ആണ് റൈസിന്റെ ഐസൊലേഷൻ ഡിസ്റ്റൻസ്. Question 3. What must be the optimum moisture in stored paddy seed? Paddy seedലുള്ള optimum moisture എത്രയാണ്? Options A 9%, B 10%, C 12%, D 13%. Optimum soil moisture paddy seedൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മോയ്സ്ചർ അധികമായാൽ സ്റ്റോർ ചെയ്യാൻ റൈസ് സീഡിന് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്റ്റോറേജിന് വേണ്ടിയിട്ട് മിനിമം എത്ര പെർസെൻറ്റേജ്, ഒപ്റ്റിമം മോയ്സ്ചർ പെർസെൻറ്റേജ് എത്ര വേണം എന്നാണ് ക്വസ്റ്റ്യൻ. മോയ്സ്ചർ പെർസെൻറ്റേജ് 13% ആണ്. 13% ആണ് മോയ്സ്ചർ പെർസെൻറ്റേജ് വേണ്ടത്. സീരിയൽസിന് യൂഷ്വലി 12 to 14% ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഐഡിയൽ pH റേഞ്ച് ഫോർ റൈസ് കൾട്ടിവേഷൻ. ദ ഐഡിയൽ pH റേഞ്ച് ഫോർ റൈസ് കൾട്ടിവേഷൻ. pH റേഞ്ച് എത്രയാണ്? ഇത് ഫസ്റ്റ് പേജിൽ, റൈസിലെ ഫസ്റ്റ് പേജിലുള്ള ഫസ്റ്റ് പാരഗ്രാഫിലുള്ള ക്വസ്റ്റ്യൻ ആണ്. എത്രയാണ്? ഐഡിയൽ pH റേഞ്ച് ഈസ് ഓപ്ഷൻ എ 4 to 6, ഓപ്ഷൻ ബി 5 to 8, ഓപ്ഷൻ സി 6 to 8.5, ഓപ്ഷൻ ഡി ലെസ് ദാൻ 4. എത്രയാണ്? ഇറ്റ് ഈസ് 5 to 8 ആണ്. 5 to 8 ആണ് ഐഡിയൽ pH റേഞ്ച് റൈസ് കൾട്ടിവേഷൻ. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ദ സീഡ് റേറ്റ് ഫോർ ട്രാൻസ്പ്ലാന്റിംഗ് റൈസ് പെർ ഏക്കർ മീൻസ് എത്രയാണ്? മീൻസ് ഏക്കർ അല്ല കേട്ടോ, ഇത് ഹെക്ടർ ആണ്. ക്വസ്റ്റ്യൻ മാറിപ്പോയതാണ്. ട്രാൻസ്പ്ലാന്റിംഗ് റൈസ് പെർ ഹെക്ടർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ ഒരു തിരുത്തണ്ടേ. പെർ ഹെക്ടർ ആണ്, പെർ ഏക്കർ അല്ല. എത്രയാണ്? ഓപ്ഷൻ എ 60 to 85, ഓപ്ഷൻ ബി 24 to 34, ഓപ്ഷൻ സി 80 to 90, ഓപ്ഷൻ ഡി 80 to 100. ഏതൊക്കെ ടൈപ്പാണ് നമ്മൾ റൈസ് ചെയ്യാറ്? ട്രാൻസ്പ്ലാന്റിങ് ചെയ്യാറുണ്ട്, പിന്നെ ഏതാ ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യാറുണ്ട്, ഡിപ്ലിങ് ചെയ്യാറുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ സീഡ് റേറ്റ് വേണ്ടത് ഏതിനാണ്? ബ്രോഡ്കാസ്റ്റിങ്ങിന് അല്ലേ? അതെ. പിന്നെ ഏതിനാണ്? പിന്നെ ഡിപ്ലിങ്ങിന്. പിന്നെ വേണ്ടു ട്രാൻസ്പ്ലാന്റിങ്ങിന്. ട്രാൻസ്പ്ലാന്റിങ് ആണ് എന്താണ് കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ് എന്ന് തോന്നുന്നു. അത്ര കുറച്ചും കൂടെ കുറച്ച് മതിയല്ലോ സീഡ്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? 60 to 85 ആണ്. ഡിപ്ലിങ്ങിന് 80 to 90 വേണം, ബ്രോഡ്കാസ്റ്റിങ്ങിന് 80 to 100 വേണം. ഇത് മറക്കരുത്, ഇത് കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഇസ് quantity of Pseudomonas fluorescens required for treating 10 kg of paddy seed. എത്രയാണ്? For treating 10 kg of paddy seed. For 1 kg it is 10 gram. ആക്ച്വലി ഇതിലൊരു തിരുത്തുണ്ട്. ഇറ്റ് ഇസ് 100 gram ആണ് 10 kgക്ക് വേണ്ടത്. 100 gram ആണ് വേണ്ടത്. അത് 1 kgക്കാണ് 10 gram വേണ്ടത് കേട്ടോ. ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ.
10 kg വേണ്ടത് 10 gram ആണ് സീഡ് ട്രീറ്റ്മെന്റ്. 10 gram per kg ആണ്. അപ്പോൾ 100 gram per 10 kg of seed. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The number of hills per square meter if rice is transplanted at a spacing of 20 by 15 centimeter. 20 by 15 centimeter ആണെങ്കിൽ എത്ര ഹിൽസ് വേണ്ടി വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് ഒരു ടേബിൾ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. 50 ആണോ 33 ആണോ 67 ആണോ 20 ആണോ? ആൻസർ ഇസ് 33. അപ്പം നമ്മൾ ഫസ്റ്റ് ക്രോപ്പില് മീഡിയം ഡ്യൂറേഷൻ ക്രോപ്പിനാണ് മാത്രമാണ് 20 by 15 ഉള്ളത്. അതൊന്ന് ഓർത്ത് വെക്കണം. ഫസ്റ്റ് ക്രോപ്പില് മീഡിയം ഡ്യൂറേഷൻ ക്രോപ്പിന് മാത്രമേ സ്പേസിങ് 20 by 15 ഉള്ളൂ. അതിന്റെ ഹിൽസ് വരുന്നത് 33 ആണ്. ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സിനെല്ലാം സ്പേസിങ് വരുന്നത് 15 by 10 ആണ്. 15 by 10 എന്ന് പറയുമ്പോൾ എത്ര വരും? അത് 67 ഹിൽസ് പെർ സ്ക്വയർ മീറ്റർ വരും. ഇനി ബാക്കി സെക്കൻഡ് ക്രോപ്പിനും തേർഡ് ക്രോപ്പിനും ഒക്കെ മീഡിയം ഡ്യൂറേഷൻ ക്രോപ്പിന് വരുന്നത് 20 by 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ 20 by 10 എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ 50 ആണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് ആ ഒരു പുതിയ POP-യിലാണെങ്കിൽ പേജ് നമ്പർ 18-ല് ഈ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഓർക്കുക, ഫസ്റ്റ് ക്രോപ്പിലെ മീഡിയം ഡ്യൂറേഷന് മാത്രമേ 20 by 15 വേണ്ടൂ. ബാക്കി ഷോർട്ട് ഡ്യൂറേഷൻ എല്ലാം 15 by 10 ആണ്, സെന്റിമീറ്റർ ആണ്. ബാക്കി സെക്കൻഡ് ക്രോപ്പിനും തേർഡ് ക്രോപ്പിനും മീഡിയം ഡ്യൂറേഷൻ 20 by 10 ആണ്. അതൊന്ന് ആലോചിച്ച് വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. The recommended quantity of organic manure for a hectare of paddy main field is dash in 10 per hectare. എത്ര tons per hectare വേണം? അത് ഓർഗാനിക് മാനുവറിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് 19th പേജിലാണ്. അതിന്റെ ആൻസർ വരുന്നത് 5 tons per hectare ആണ്. 5 tons per hectare ഓർഗാനിക് മാനുവർ വേണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജനറൽ റെക്കമെൻഡേഷൻ ഓഫ് ലൈം ഫോർ 1 hectare of paddy land എത്രയാണ്? ജനറൽ റെക്കമെൻഡേഷൻ എത്രയാണ്? ഇറ്റ് ഈസ് 500 ആണോ 600 ആണോ 1000 kg per hectare ആണോ 250 kg per hectare ആണ്? എത്രയാണ്? ഇറ്റ് ഈസ് 600 kg per hectare. ഓക്കെ. നെക്സ്റ്റ് question is recommended water level to be maintained till maximum tillering stage of rice will be. എത്രയാണ് നമ്മുടെ മാക്സിമം ടില്ലറിംഗ് സ്റ്റേജ് വരെ എത്ര സെന്റിമീറ്റർ വരെ വെള്ളം നിലനിർത്തണം? It is 5 centimeter is the answer. Next question. Due to waterlogging, the availability of manganese in rice field increases ആണോ decreases ആണോ? എഫക്റ്റ് ഇല്ലേ അതോ സെയിം remains സെയിം ആണോ? എന്താണ്? Actually, due to waterlogging, the availability of manganese increases in rice field. Increases ആണ്. Next question. Butachlor is related to. Butachlor എന്താണ്? It is a pre-emergent weedicide ആണോ post-emergent weedicide ആണോ non-selective weedicide ആണോ none of these ആണോ? അതൊരു Butachlor is actually ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു pre-emergent weedicide ആണ്. അല്ലെ? നമ്മൾ ആ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് pre-emergent post-emergent herbicides ഒക്കെ വരുന്നത്. Butachlor ഒരു pre-emergent herbicide ആണ്. അതിന്റെ ഡോസ് വരുന്നത് 1.25 kg active ingredient per hectare ആണ് വരുന്നത്. ഇത് ഒരു all types of weed കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ Butachlor. അപ്പോൾ നമ്മുടെ ഡ്രൈ സീഡിലാണെങ്കിൽ pre-emergent herbicide എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്? 0 to 6 days after sowing ആണ്. ഇനി wet seeder റൈസിനാണെങ്കിൽ 6 to 9 days after sowing നമുക്ക് യൂസ് ചെയ്യാം ഈ pre-emergent herbicide. വേറെ ഏതൊക്കെ pre-emergent herbicide ആണ് ഉള്ളത് റൈസിൽ? Butachlor ഉണ്ട്, പിന്നെ Pretlachlor ഉണ്ട്, അതെ, ഓക്സിഫ്ലൂർഫൻ ഉണ്ട്, പെന്റിമെതാലിൻ ഉണ്ട്, പിന്നെ ഒരു മിക്സ് ആയിട്ടുള്ള Pretlachlor plus bensulfuron methyl. ഇതിനെയാണ് ലോണ്ടാക്സ് പവർ എന്ന് പറയുന്നത്. Pretlachlor plus bensulfuron methyl. പിന്നെ ഏതൊക്കെയാ wet seeder റൈസിൽ വരുമ്പോൾ ഇതിന്റെ കൂടെ തന്നെ സോഫിക് എന്നുള്ളതും വരും. Pretlachlor plus safner, പിന്നെ pyrazosulfuron ഇതായാലും കൂടെ വരും. അപ്പൊ ഇത്രയും pre-emergent herbicides ആണ് ഉള്ളത്. അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ Butachlor ഒരു
പ്രീ എമർജന്റ് ഹെർബിസൈഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെലക്ട് മ്യൂട്ടന്റ് വെറൈറ്റി ഓഫ് റൈസ്. ഇതിൽ ഏതൊക്കെയാണ് മ്യൂട്ടന്റ് വെറൈറ്റീസ് ഓഫ് റൈസ്? തുലാം, രശ്മി, അനശ്വര, ഓൾ ഓഫ് ദി അബവ്. ഏതാണ് ആൻസർ വരിക? ഈ മൂന്നും ആക്ച്വലി മ്യൂട്ടന്റ് വെറൈറ്റീസ് ഓഫ് റൈസ് ആണ് കേട്ടോ. തുലാമും രശ്മിയും അനശ്വരയും മ്യൂട്ടന്റ് വെറൈറ്റീസ് ഓഫ് റൈസ് ആണ്. ഞാൻ മ്യൂട്ടന്റ് വെറൈറ്റീസ് ആർ ടാർ എന്നാണ് ആലോചിക്കുക. ടാർ എന്ന് വെച്ചാൽ തുലാം, അനശ്വര, രശ്മി, അതാണ് അതിന്റെ ഒരു കോഡ് വരുന്നത്. അപ്പൊ മ്യൂട്ടന്റ് വെറൈറ്റീസ് ഇത് ഈ മൂന്നുമാണ് എന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ഇസ് Farmer Field School was originally developed in Indonesia in the late 1980s to teach. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും ഫാമേഴ്സ് ഫീൽഡ് സ്കൂൾ നടത്താറുണ്ട് ഈ കൃഷിഭവനുകളിലൊക്കെ. അപ്പൊ അത് ഫസ്റ്റ് ഒറിജിനാലിറ്റി ചെയ്തത് ഇന്തോനേഷ്യയിലാണ്. 1980s കാലഘട്ടത്തിലാണ് അത് ഒറിജിനേറ്റ് ചെയ്തത്. അപ്പം അത് ഏതിലായിരുന്നു ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത്? ഏത് ക്രോപ്പിന്റെ ഇതിലാണ്? IPM in റൈസ് ആണോ, IPM in കോക്കനട്ട് ആണോ, IPM in വെജിറ്റബിൾസ് ആണോ, IPM in ബനാന ആണോ? ഏതാണ്? ഫാർമർ ഫീൽഡ് സ്കൂൾ വന്നത് ഒറിജിനലി ഡെവലപ്പ് ചെയ്തത് IPM in റൈസിനാണ്. ഒന്ന് ആലോചിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത്. ഏത് എക്സാമിനാണ് ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അത് എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തതെന്നാണ് തോന്നുന്നു ക്വസ്റ്റ്യൻ. ഇന്തോനേഷ്യ എന്നിട്ടാണെന്ന് തോന്നുന്നു, അങ്ങനെയാണ് തോന്നുന്നു ക്വസ്റ്റ്യൻ. ബട്ട് ഇതൊന്നും ആലോചിക്കുക, IPM in റൈസ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. Next question is the GI tagged products of rice. ഏതൊക്കെയാണ് റൈസിന്റെ GI tagged products? ഓപ്ഷൻ എ കൈപ്പാട് റൈസ്, ഓപ്ഷൻ ബി പൊക്കാളി റൈസ്, ഓപ്ഷൻ സി നവര റൈസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. ആൻസർ ഇസ് ഓൾ ഓഫ് ദി എബവ്. കൈപ്പാട്, പൊക്കാളി, നവര റൈസ് ഒക്കെ GI tag കിട്ടിയ പ്രൊഡക്ട്സ് ഓഫ് റൈസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റൈസ് വെറൈറ്റി ഈസ് റെസിസ്റ്റന്റ് ടു ഗോൾമിച്ച്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് ഗോൾമിച്ചിന്റെ റെസിസ്റ്റന്റ് വെറൈറ്റീസിൽ എപ്പോഴും പഠിക്കുന്ന 3 വെറൈറ്റീസ് ആണ്. ഏതൊക്കെ? ഇതിന്റെ ആൻസർ ഓൾ ഓഫ് ദി എബവ് ആണ്. ഇതൊക്കെയാണ് ഉമ, പവിത്ര, പഞ്ചമി. ഇത് എന്തായാലും ഓർത്ത് വെക്കണം. ഉമ, പവിത്ര, പഞ്ചമി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ചോദിക്കാറുണ്ട്. ഉമ, പവിത്ര, പഞ്ചമി ഈ 3 റൈസ് വെറൈറ്റീസ് ഗോൾമിച്ച് റെസിസ്റ്റന്റ് ആണ്. നെക്സ്റ്റ് 17th ക്വസ്റ്റ്യൻ പറയുന്നത് ഡാഷ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്യാച്ച് ക്രോപ്പ് റേസ്ഡ് ഇൻ ദ സമ്മർ റൈസ് ഫാലോസ് ഓഫ് ഓണാട്ടുകര ഓഫ് കേരള. ഓണാട്ടുകരയിലും the most important catch crop എന്താണ്? റൈസ്. നമ്മൾ സമ്മർ റൈസ് ഫാലോസിനകത്ത് ഈ റൈസ് കഴിഞ്ഞിട്ട് സമ്മർ റൈസ് ഫാലോസ് വരുമ്പോൾ ഒരു ക്രോപ്പ് ഇടും. ഓണാട്ടുകാരയിൽ എസ്പെഷ്യലി ഒരു തരം ക്രോപ്പ് ഉണ്ട്, ആ ക്രോപ്പാണ് ഇടാറ്. അപ്പൊ ഏതാണ്? ബ്ലാക്ക് ഗ്രാം ആണോ, സെസാം ആണോ, ഗ്രീൻ ഗ്രാം ആണോ, ഓൾ ഓഫ് ദി എബവ് ആണോ? ഓണാട്ടുകാര ഏതിനാണ് ഫേമസ്? സെസാമിനാണ്. അപ്പൊ സെസാം ആണ് ആൻസർ. നെക്സ്റ്റ് ഈസ് സെലക്ട് ഷോർട്ട് ഡ്യൂറേഷൻ റൈസ് വെറൈറ്റീസ് ഫ്രം ഫോളോവിങ്. ഇതിനകത്ത് ഷോർട്ട് ഡ്യൂറേഷൻ റൈസ് വെറൈറ്റി ഏതാണ്? അശ്വതി, ജയ, ഉമ, ജ്യോതി. നിങ്ങൾ ഡ്യൂറേഷൻ ഓഫ് റൈസ് വെറൈറ്റീസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. അതാണ് റൈസ് കൂടുതലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കാണാറ്. അപ്പൊ നമുക്കറിയാം അശ്വതി, ജയ, ഭാരതി ഇതൊക്കെ, ഉമ ഇതൊക്കെ മീഡിയം ഡ്യൂറേഷൻ ആണ്. ജ്യോതിയാണ് ഷോർട്ട് ഡ്യൂറേഷൻ റൈസ് വെറൈറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വെറൈറ്റി suitable ഫോർ ഓരുമുണ്ടകൻ ട്രാക്ട് ഓഫ് കേരള. ഓരുമുണ്ടകൻ ട്രാക്ടിന് പറ്റുന്ന ഏതാണ്? സഗരയാണോ, അമൃതയാണോ, നീരജയാണോ, ബോത്ത് എ ആൻഡ് ബി ആണോ? ഓരുമുണ്ടകൻ ട്രാക്ടിന് സൂട്ടബിൾ ആയിട്ടുള്ള റൈസ് വെറൈറ്റി എന്ന് പറയുന്നത് സാഗര ആൻഡ് അമൃതയാണ്. നീരജ എന്നുള്ളത് ഒരു ലോങ് ഡ്യൂറേഷൻ ആണ്, ബട്ട് അത് ഫ്ലഡ് പ്രോൺ ഏരിയാസിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് നീരജ എന്ന് പറയുന്നത്. സാഗര ആൻഡ് അമൃതയാണ് ഓരുമുണ്ടകൻ ട്രാക്ടിന് suitable ആയിട്ടുള്ളത്. നെക്സ്റ്റ്, ദ റൈസ് വെറൈറ്റീസ് suitable ഫോർ ബ്ലാക്ക് കോട്ടൺ സോയിൽസ് ഓഫ് ചിറ്റൂർ. ചിറ്റൂരിന്റെ ബ്ലാക്ക് കോട്ടൺ സോയിൽസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെറൈറ്റി ആണ്. പ്രണവയാണോ, ശ്വേതയാണോ, ധന്യയാണോ, ബോത്ത് എ ആൻഡ് ബി ആണോ? ഏതാണ്? ശ്വേത ആൻഡ് പ്രണവയാണ്. ബോത്ത് എ ആൻഡ് ബി ആണ്. പ്രണവയും ശ്വേതയാണ്. ബ്ലാക്ക് കോട്ടൺ സോയിൽസ് ഓഫ് ചിറ്റൂറിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് പ്രണവ ആൻഡ് ശ്വേത. നെക്സ്റ്റ് ഇസ് ലോങ് ഡ്യൂറേഷൻ റൈസ് വെറൈറ്റി ടോളറന്റ് ടു അയൺ ടോക്സിസിറ്റി. അയൺ ടോക്സിസിറ്റിക്ക് ടോളറന്റ് ആയിട്ടുള്ള ഒരു ലോങ് ഡ്യൂറേഷൻ വെറൈറ്റി ആണ് ആര്? കരുണയാണോ, കൃഷ്ണാഞ്ജനയാണോ, പൊന്മണിയാണോ, കാഞ്ചനയാണോ? ആൻസർ വരുന്നത് കരുണയാണ്. കൃഷ്ണാഞ്ജന ഒരു മീഡിയം ഡ്യൂറേഷൻ വെറൈറ്റി ആണ്. അതും അയൺ ടോക്സിസിറ്റി ടോളറന്റ് തന്നെയാണ്. പക്ഷെ ലോങ് ഡ്യൂറേഷൻ റൈസ് വെറൈറ്റി വരുന്നത് കരുണയാണ്. The fertilizer recommended for high yielding medium duration wetland. ഏതാണ് ഫെർട്ടിലൈസർ റെക്കമെൻഡഡ്? ഹൈ yielding medium duration. ഹൈ yielding medium duration എന്ന് പറയുന്നത് 90, 45, 45 ആണ്. ഹൈ yielding short duration wetland
ആണ് 70-35-35. ഹൈ yielding ഷോർട്ട് ഡ്യൂറേഷൻ അപ്ലാൻഡ് ആണ് 60-30-30. ഹൈ yielding മീഡിയം ഡ്യൂറേഷൻ കുട്ടനാടിന്റെ ആണ് 90-45-15. അതൊന്ന് ആലോചിക്കണം, മാറിപ്പോകുന്നത്. ഷോർട്ട് ഡ്യൂറേഷൻ 70-35-35 ആണ് വെറ്റ്ലാൻഡിലെ മീഡിയം ഡ്യൂറേഷൻ 90-45-45 ആണെന്ന് എന്തായാലും ഓർത്ത് വയ്ക്കണം. അതിന് ആ കാൽക്കുലേഷൻസ് ഒക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹൈ yielding saline and flood tolerant organic rice variety from RARS Pilicot which is resistant to sheath blight. ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? ജൈവയാണോ, മിഥിലയാണോ, KU മിഥിലയാണോ, പൗർണമിയാണോ, ധന്യയാണോ? നിങ്ങൾക്ക് ജൈവ ചിലപ്പോൾ ഓർഗാനിക് റൈസ് വെറൈറ്റി ഒരു കൺഫ്യൂഷൻ വരാം. പക്ഷെ ജൈവ ഷീറ്റ് ബ്ലൈറ്റ് റെസിസ്റ്റന്റ് അല്ല. ഏതാണ് ആൻസർ? RARS Pilicot ഒന്നും റിലീസ് അല്ല. അപ്പം RARS Pilicot റിലീസ് ആയിട്ടുള്ള ഓർഗാനിക് റൈസ് വെറൈറ്റി ഏതാണ്? ഷീറ്റ് ബ്ലൈറ്റിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള KU മിഥിലയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, short duration, non-lodging, photo-insensitive, semi-tall rice variety suitable for കുട്ടനാട്. ഏതാണ്? കുട്ടനാടിന് suitable ആയിട്ടുള്ള ഷോർട്ട് ഡ്യൂറേഷൻ നോൺ ലോഡ്ജിങ് ആയിട്ടുള്ള റൈസ് വെറൈറ്റി ഏതാണ്? ആൻസർ ഇസ് പ്രത്യാശ. പ്രത്യാശയാണ് ഷോർട്ട് ഡ്യൂറേഷൻ നോൺ ലോഡ്ജിങ് ഫോട്ടോ ഇൻസെൻസിറ്റീവ് സെമി ടോൾ റൈസ് വെറൈറ്റി suitable for കുട്ടനാട്. ദാറ്റ് ഇസ് പ്രത്യാശ. Herbicide effective against Melokia species. Melokia species എന്ന ചോക്ലേറ്റ് വീട്. ഏതാണ് ഹെർബിസൈഡ് എഫക്റ്റീവ്? ക്ലോറിമ്യൂറോൺ ഈഥൈൽ ആണോ, ബെൻസൾഫ്യൂറോൺ മീഥൈൽ ആണോ, കാർബൻട്രാസോൺ ആണോ, പ്രെറ്റിലാക്ലോർ ആണോ? ഏതാണ്? യെസ്, കാർബൻട്രാസോൺ ആണ് ചോക്ലേറ്റ് വീഡ്. അത് മെലോക്കിയക്ക് വെരി എഫക്റ്റീവ് ആണ്. ചോക്ലേറ്റ് വീഡിനെതിരെ മെലോക്കിയ കോർക്കോറിഫോളിയ എന്ന് പറയും. അത് ബ്രോഡ് ലീവ്ഡ് വീഡ്സ് ആൻഡ് സെഡ്ജസിനൊക്കെ എഫക്റ്റീവ് ആണ് ഈ കാർബൻട്രാസോൺ എന്ന് പറയുന്നത്. കാർബൻട്രാസോണിന്റെ ട്രേഡ് നെയിം ആണ് അഫിനിറ്റി. പ്രെറ്റിലാക്ലോർ ഒരു പ്രീ എമർജന്റ് ആണ്. ഈ ക്ലോറിമ്യൂറോൺ ഈഥൈൽ അതൊക്കെയോ? ക്ലോറിമ്യൂറോൺ ഈഥൈൽ പ്ലസ് മെറ്റ്സൾഫ്യൂറോൺ ഈഥൈൽ എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ഡൈക്കോട്ട് വീഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റ് എമർജന്റ് ഹെർബിസൈഡ് ആണ്. അത് നമ്മൾ അയൺ മിക്സ് എന്ന് പറയും. പിന്നെ പ്രെറ്റിലാക്ലോർ പ്ലസ് ബെൻസൾഫ്യൂറോൺ മീഥൈൽ എന്ന് പറയുന്ന ഒരു പ്രീ എമർജന്റ് ഹെർബിസൈഡ് ആണ്. അതൊരു ട്രാൻസ്പ്ലാന്റഡ് റൈസിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് എല്ലാ വീഡ്സിനെയും കൺട്രോൾ ചെയ്യും. അപ്പൊ ഇത്രയാണ് ഉള്ളത്. നമ്മൾ റൈസിന് കുറച്ചേ ആയിട്ടുള്ളൂ എന്നറിയാം. നമുക്ക് അതൊരു സെക്ഷൻ വേറെ പാർട്ട് 2 ആയിട്ട് നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ താല്പര്യമുള്ളത് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ചാനൽ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.